little bulb. ഇതെന്താ ചേട്ടാ ചേട്ടൻ ഇന്ന് സ്ലേറ്റ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? ഇന്നൊരു പുതിയ മാജിക് വല്ലതും ആണോ? അതെ അതെ, അതിനൊരു കാരണമുണ്ട് ഈ സ്ലേറ്റ് ആയിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതെന്താ ചേട്ടൻ രാവിലെ തന്നെ മാജിക് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട് എസ്തറേ. ഇത് ബ്ലാങ്ക് ബോർഡല്ലേ? അതെ, ബ്ലാക്ക് ബോർഡാണ്. ബ്ലാങ്ക് ആയിട്ടുള്ള ബ്ലാക്ക് ബോർഡാണ്. ഓക്കെ, ഇതിനെ ഞാൻ നോക്കുകയാണെങ്കിൽ കൂട്ടുകാരെ കണ്ടോ, ഒരു ചെസ് ബോർഡായിട്ട് മാറിയത്. ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യം ഇത് ബ്ലാക്ക് ബോർഡ് അല്ലായിരുന്നു, പിന്നെ ചെസ് ബോർഡായി മാറി. പിന്നെ ചെസ് ബോർഡായി മാറി. അതാണ് മാജിക്. കേട്ടോ, ഇന്ന് ഞാൻ ഈ ചെസ് ബോർഡ് കാണിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. എന്താണെന്ന് പറയട്ടെ? ചെസ് ബോർഡും ചെസ്സും ആണോ? സിമിലാരിറ്റി ഉണ്ട്. ചെസ് ബോർഡ് ഉണ്ടെങ്കിൽ പിന്നെ ചെസ്സാണ്. ചെസ്സാണ്. ശരി, ഇന്ന് നമുക്ക് ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ചെസ് ചാമ്പ്യനെ പരിചയപ്പെടാം. ഇന്ന് നമ്മളൊരു സൂപ്പർ ചെസ് ചാമ്പ്യനെ പരിചയപ്പെടുന്നു. തൃശൂർ ജില്ലയിലെ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 4ാം ക്ലാസ്സുകാരൻ ശ്രീരാഗ്. മൂന്നര വയസ്സുള്ളപ്പോൾ മുത്തച്ഛന്മാരുടെ കൂടെ കൗതുകത്തിന് കളിച്ചു തുടങ്ങിയതാണ് ചെസ്. പിന്നെ അതൊരു ഹരമായി. അധികം വൈകിയില്ല, 4.5 വയസ്സിൽ ശ്രീരാഗ് മത്സരിക്കാൻ തീരുമാനിച്ചു. മാതാപിതാക്കളുടെയും മുത്തച്ഛന്മാരുടെയും അനുഗ്രഹത്തോടെ കളിക്കും. എപ്പോഴും ഞങ്ങൾ കളിക്കും. എന്നിട്ട് ചില കളികളൊക്കെ മുത്തശ്ശൻ ജയിക്കും, ഞാൻ ചില കളികൾ ജയിക്കും. 7 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംസ്ഥാനതല മത്സരമായിരുന്നു അത്. മത്സരത്തിൽ ഇഷ്ടന് സമ്മാനമൊന്നും കിട്ടിയില്ല. മത്സരത്തിന്റെ വീറും വാശിയും അറിയാത്ത ശ്രീരാഗിന് ആദ്യ മത്സരം വെറും കൗതുകം മാത്രമായിരുന്നു. ചെസ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് ശ്രീരാഗിന് ചെസ് ഒരു ഹരമായി മാറി. മുത്തച്ഛന്മാരുടെ ശിക്ഷണം കൂടാതെ ഒരു വിദഗ്ധ അധ്യാപകന്റെ പരിശീലനം കൂടിയായപ്പോൾ ശ്രീരാഗ് മിടുക്കനായി. അങ്ങനെ 2008 സംസ്ഥാനതല മത്സരത്തിൽ 3ാം സ്ഥാനം ലഭിച്ചു. തുടർന്ന് ദേശീയ തലത്തിൽ പങ്കെടുത്ത് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. ഈ ചെസ് ചാമ്പ്യന്റെ അടുത്ത ലക്ഷ്യം 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഈ കുട്ടിത്താരം ചെസ്സിൽ മാത്രമല്ല മൃദംഗത്തിലും തന്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയാണ് ഇവിടെ. ശ്രീരാഗിന് ലിറ്റിൽ വേൾഡിന്റെ എല്ലാ ആശംസകളും. ശ്രീരാഗ് എന്ത് സൂപ്പറായിരുന്നു അല്ലേ? ഇത്രയും കുഞ്ഞു കുട്ടിയായിട്ടും എന്ത് നന്നായിട്ടാ ചെസ് കളിക്കുന്നത്. ശരിയാ, നന്നായി ചെസ് കളിക്കുന്നത്. ഞാൻ പോലും കളിക്കില്ല. ഞാൻ കളിച്ച എൻ്റെ ചേട്ടനോട് 1 മിനിറ്റ് 1 സെക്കൻഡ് കൊണ്ട് തോറ്റു. ഞാൻ കളിക്കും, പക്ഷേ അത്ര നന്നായി കളിക്കില്ല. ഞാൻ കളിക്കുന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഗുഡിന് ജി പോലും ഇല്ല എൻ്റെ അടുത്ത്. ചെറുതായാലും വലുതായാലും ഒന്നും കാര്യമില്ല അല്ലേ ശ്രേ? സൈസ് മാറ്റർ ചെയ്യില്ലല്ലോ, ബ്രെയിൻ്റെ സൈസ് അല്ലേ മാറ്റർ. പിന്നെ ചേട്ടാ, ഞാനൊരു കാര്യം വിട്ടുപോയി. ബാദുഷ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, നന്നായി ഡ്രോയിങ് ചെയ്യും. പിന്നെ ആ ചേട്ടന് നമ്മളിപ്പോൾ ഒരു ആൽഫബറ്റ് പറയുകയാണെങ്കിൽ ആ ആൽഫബറ്റ് വെച്ച് ഒരു സിംഹത്തെ അല്ലെങ്കിൽ